പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു, പൊടിക്കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയവാൽവ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേദന മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. എങ്ങനെയെങ്കിലും കല്യാണം നടന്നേ മതിയാകത്തുള്ളൂ. വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്കി നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹ്യമായ
വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. പണപരമായ തടസ്സങ്ങൾ, അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോകട്ടെ. കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവകരുണ തോന്നണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട് എല്ലാവരും തന്നെ, മറ്റുള്ളവർ വചനം പ്രസംഗിക്കുന്നവർ തന്നെ. കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാകും. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലും ഒരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇതാണ് ഈശോയുടെ വർത്തമാനത്തിലേക്ക് എല്ലാം വരുമല്ല, സ്വയം. മത്തായി 18:4 ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതേ ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ്, കൂനയാണ്, ശിശു നിഷ്കളങ്കനാണ്, അതൊന്നും വല്ല പ്രശ്നവും. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. ശിശുവിനവിടെ പ്രാധാന്യമൊന്നും ഇല്ല. ശിശു ഒരു മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുക എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ്ങാ, അല്ല സാത്താൻ കൊണ്ടൊന്നും ചെറുതാക്കണമല്ല മറ്റുള്ളവർ, നമ്മൾ തന്നെ സ്വയം ബൈബിൾ ഭയങ്കര ഫിൽറ്ററിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ, മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിത്യജിപ്പിക്കണം അല്ലത്. 18:4 വായിച്ചില്ല നമ്മൾ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പം ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. എൻ്റെ പേര് ലിസി, ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. നവംബർ 17 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് 1 വർഷം മുമ്പ് മുതലേ ഞാൻ ഈ കൃപാസനത്തിലെ എല്ലാം പ്രാർത്ഥനകളെല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മകൾ ഒരു ടീച്ചറാണ്. അപ്പോൾ അവിടെ കൂടുള്ള ടീച്ചറായി ഒരു ദിവസം ഒരു കൃപാസന പത്രം കൊടുത്ത് അതിൽ നിന്ന് എല്ലാ വിവരവും അറിഞ്ഞത്. അങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചു തരികയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ 1 വർഷം ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 15 വർഷമായിട്ട് നടുവേദനയായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനും ഒക്കെ പ്രയാസമുള്ളപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച് അതൊക്കെ അന്നൊന്ന് കുറഞ്ഞു കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കിച്ചൻ്റെ അകത്തൊരു ചെയർ ഇട്ടേക്കും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കിടക്കണം, എന്തെങ്കിലും കിച്ചണിലെ പണിയെല്ലാം തീരത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത തൈലം ബുധനാഴ്ചയും ശനിയാഴ്ചയും മാതാവിൻ്റെ ദിവസമായ ആ സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 3 മാസം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ നടുവേദന ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെ മാറിയെന്നുള്ളത്. അത്രയ്ക്കും പൂർണ്ണമായി സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഈ തള്ളവിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുമായിരുന്നു, നരമ്പ് വന്ന് കട്ടി പിടിച്ചിരിക്കുകയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ 4 വർഷമായിട്ട് ഇങ്ങനെ. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറത്തുള്ളെന്ന്. അത് ഞാൻ പ്രാർത്ഥിച്ച് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് സുഖമായി. ഇപ്പോൾ ഒരു വിരൽ എനിക്ക് നല്ലതായിട്ട് നിവർന്ന് ജോലിയെല്ലാം ചെയ്യാൻ പറ്റും, വേദനകളൊക്കെ മാറി. പിന്നെ എൻ്റെ കൊച്ചുമകന് 4 വർഷമായിട്ട് ഛർദിൽ
വീട്ടിൽ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ഒരു കാരണവുമില്ല, കളിക്കാൻ പോയിട്ട് വരുമ്പോഴായാലും എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുമ്പോഴായാലും യാത്ര ചെയ്തിട്ട് വരുമ്പോഴും 1.5 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഛർദ്ദില്ല. നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തില്ല, അത്രയ്ക്കും പ്രയാസം തോന്നും. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 12 വയസ്സ് കഴിഞ്ഞെങ്കിലൊക്കെ ഇത് മാറത്തുള്ളൂ, അല്ലാതെ ഇതിന് മരുന്നൊന്നും ഇല്ലെന്ന്. ഇവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായും മാറി. ഇപ്പോൾ 7 വയസ്സുണ്ട് കൊച്ചുമോന്. പിന്നെ മോൾ അത് 4 വർഷമായിട്ട് ഒരു ഭവനം വേണമെന്ന് മനസ്സിൽ ഒരാഗ്രഹമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ഒന്നും കയ്യിലില്ലായിരുന്നു. എന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി ഡീലർ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇങ്ങനെ ഒരിടത്തൊരു ഭവനം ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അവർ പോയി നോക്കിക്കണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ ഉപ്പ് ഇവിടുന്ന് കൊടുത്തു വിട്ടായിരുന്നു. മോള് പോയപ്പം ആ ഉപ്പ് കൊണ്ട് അവിടെ വിതറിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അവളെ ചെയ്ത് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അത് നമ്മുടെ പേർക്ക് വീട് ശരിയായി കിട്ടി. അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു. ഈ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് എല്ലായിടും അടച്ചു പൂട്ടി. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥ വെളിയിൽ US പോകാൻ വേണ്ടി, അപ്പോൾ 1 മാസത്തിനകം അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം അടച്ചുപൂട്ടലുമായി. പക്ഷേ അവർ അമ്മ മാതാവ് വഴി തുറന്നു കൊടുത്ത് അവർ ചെന്ന ദിവസം തന്നെ ആദ്യത്തെ നമ്പർ അവർക്ക് കിട്ടി. വീടിൻ്റെ രജിസ്ട്രേഷൻ മൊത്തം കഴിഞ്ഞു, അവിടെ അടയ്ക്കുകയും ചെയ്തു. അതും ബുധനാഴ്ച ദിവസം തന്നെയാണ്, അമ്മ മാതാവിൻ്റെ ആ ദിവസം തന്നെയാണ് അതും സാധിച്ചു കിട്ടിയത്. പിന്നെ എൻ്റെ കൈയുടെ വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല. എനിക്ക് ഷുഗറും തൈറോയിഡും ഒക്കെ ഉള്ളതാണ്. അപ്പം കൈയുടെ 2 കൈയുടെയും വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാനേ പറ്റത്തില്ല. ഞാൻ ഈ മുട്ടിനൊക്കെ കെട്ടുന്ന ബാൻഡേഡ് കെട്ടി വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതിന് 2-3 വർഷമായ കാര്യമാണ്. അത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇപ്പോൾ അറിയാൻ പോലും ഇല്ല അങ്ങനെയുള്ള വേദനകൾ. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഭവനത്തിൽ രാത്രി പ്രാർത്ഥന, നേരത്തെ ഇടയ്ക്കൊക്കെ ശനിയും ഞായറും ഒന്നും കുടുംബ പ്രാർത്ഥനയില്ല എന്ന് വെച്ച് TV-ക്കകത്ത് പിന്നെ ശനിയും ഞായറും ആകുമ്പോൾ എക്സ്ട്രാ പരിപാടികളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുക. അന്ന് പ്രാർത്ഥനയേ ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അതിന് സന്ധ്യയ്ക്ക് 7:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കും. പിന്നെ എപ്പോഴും എനിക്ക് വചനം എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മറ്റേ TV-യുടെ മുമ്പിലായിരുന്നു ഇരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ബൈബിൾ വായിക്കുകയും വചനം എഴുതാനും വായിക്കുവാനും ഒക്കെയുള്ള കൃപ കിട്ടി. എൻ്റെ പേര് ഗോപിക. ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സഹായിച്ച് കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തലയിൽ 2 നരമ്പുകൾ കണക്ട് ചെയ്ത് ഒരു കണ്ണ് കാണാൻ വയ്യായിരുന്നു. അങ്ങനെ ഇത് തലയിൽ ഈ നരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അച്ഛൻ്റെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി മാറി. കണക്ട് ചെയ്ത നരമ്പ് വിട്ടുമാറി. ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അച്ഛൻ്റെ കണ്ണിനിപ്പം കാഴ്ച കിട്ടിയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത്. അമ്മയുടെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഈ ഫൈബ്രോയിഡ് കാരണം 1 വർഷമായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം അമ്മ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ തേൻ നൽകി, ഉടമ്പടി തൈലവും നൽകി. അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് PGക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു. പക്ഷേ എനിക്ക് PGക്ക് നല്ലൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. ഞാൻ ഇപ്പോൾ 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് PG. പിന്നെ എൻ്റെ എൻ്റെ കസിനാണെങ്കിൽ 2 വർഷമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലിക്ക് വിളിക്കാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിൽ ജോലിക്കായിട്ട് അബുദാബിയിലോട്ട് പോയി. പുള്ളിക്കാണെങ്കിൽ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിലല്ല കിട്ടിയിരുന്നത്. അതിന് ഭയങ്കര വിഷമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പോകുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് അഖില ആൻ്റണി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ MCAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് MCAക്ക് പഠിക്കുന്നെങ്കിലും പ്ലേസ്മെൻറ്റിന് ഒത്തിരി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊരു ഇൻ്റർവ്യൂ പോലും പാസ്സാവാൻ പറ്റിയിട്ടില്ലായിരുന്നു. പാസ്സാവുന്ന ഇൻ്റർവ്യൂയുടെ റിസൾട്ട് വരാതെ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൃത്യം 3-ാം ദിവസം വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ ഉൾപ്പെടെ എഞ്ചിനീയറായിട്ട് ടാറ്റ എലക്സിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഓഫർ ലെറ്റർ ഉൾപ്പെടെ വന്നു. എൻ്റെ ക്ലാസ്സിൽ ഇതുവരെ ജോലി ലഭിച്ച ആർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയത്. മാതാവാണ് എന്നെ അനുഗ്രഹിച്ചത്. കൂടാതെ എൻ്റെ ചിറ്റ മുഴയുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ചികിത്സയിലായിരുന്നു. അപ്പോൾ ചിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൃപാസനത്തിലെ മാതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിറ്റയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഓപ്പറേഷന് 2 ദിവസം മുൻപ് മുഴകളെല്ലാം മാറിയെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുഗ്രഹം മാതാവാണ് എനിക്ക് തന്നത്. എൻ്റെ പേര് റാണി ജോണി. ഞാൻ പിറവം മുളക്കുളം സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളി ഇടവാംഗമാണ്. ഞാൻ 2019 ഏപ്രിൽ 12-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും. എനിക്ക് 11 വർഷമായി സ്വന്തമായൊരു വീടില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 90 ദിവസത്തിന് ഉള്ളിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എനിക്ക്
ജൂലൈ 1-ാം തീയതി എനിക്ക് വീടിൻ്റെ കൂദാശ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് 22 വർഷമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുൻപുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 22 വർഷമായിട്ട് എനിക്കറിയാവുള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി. അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. അതുപോലെ തന്നെ അമ്മയ്ക്ക് യൂട്രസ് വികസിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി കാശിരൂപം അമ്മയുടെ കഴുത്തിൽ കെട്ടി കൊടുത്തതിൻ്റെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി. ഇത്രയും തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ഗാസ്പർ. ഞാൻ മാരാരിക്കുളം ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അമ്മ തന്ന വലിയൊരു കൃപയോട് നന്ദി പറയാനാണ്. എനിക്ക് 2 വർഷം മുന്നേ തന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, തേയ്മാനം കാരണം. ഞാൻ ജോലി നിർത്തി പോന്നു, ബസ്സിൽ കയറാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നവംബർ മാസം 19-ാം തീയതിയാണ്, ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഇതുവരെയും ഞാൻ ഒരു മരുന്നോ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട്. ബസ്സിലൊക്കെ നടക്കാനും കയറാനും എല്ലാം എനിക്ക് പറ്റും. ബസ്സിൽ കാലെടുത്ത് വെക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹം കാരണം എനിക്കത് സാധിച്ചു. രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ GNM പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് അവൾക്ക് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയർ ആയിരുന്നു. പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പറഞ്ഞ് അടുത്ത ഉടമ്പടിക്ക് മുന്നേ തന്നെ അമ്മ എനിക്ക് അവൾക്ക് ഡേറ്റ് വരണം പരീക്ഷയ്ക്കുള്ളത്. ഞാനിവിടെ അടുത്ത മാസം തിരിച്ചിവിടെ എത്തി ഉടമ്പടിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ തെലങ്കാനയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി എനിക്ക് ഡേറ്റ് വന്നെന്ന്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോള് ഒരു യാത്രയിൽ ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പോയിരുന്നു. അവൾ പിന്നെ യാത്രയിലായിരുന്നപ്പം അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് പോയത്. യാത്രയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ജോലിയുടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു മുന്നറിയിപ്പ് പോലെ വന്ന് ഒരു അപകടം വരാൻ പോകുന്നു, അവളെ വിളിച്ച് പറയണം, നീ പ്രാർത്ഥിക്കണം ബസ്സിലിരുന്നെന്ന്. അപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നു, പക്ഷേ നീ പ്രാർത്ഥിക്കണം, എന്തോ അപകടം പോരാഞ്ഞിട്ട് ചുരത്തിക്കൂടിയൊക്കെ പോകുന്നതല്ലേ എന്ന്. മുന്നോട്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞില്ല, ഭയങ്കര വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ മോള് പറയുമായിരുന്നു എങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. കാരണം അങ്ങോട്ട് തിരിഞ്ഞെന്ന് കാല് തിരിഞ്ഞാൽ പോലും പെട്ടെന്ന് ഒരു വീഴുന്ന താഴെയുള്ളൊരു വലിയ കൊക്കയില്ല, തിരിച്ചു പോലും കൊച്ചിനെ പോലും കിട്ടത്തില്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി ഉടമ്പടി തൈലം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഉടമ്പടി തൈലം തന്നു വിടാൻ പറ്റത്തില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ, എന്നിട്ട് നിനക്ക് ഞാൻ ആ തൈലം പെരുട്ടി തന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 6.6 ആ കൊച്ചിൻ്റെ മുഴയുടെ വലിപ്പം. ഞാൻ വിശ്വാസപ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു വട്ടം വരച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ആ മകളുടെ 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു അമ്മ അസുഖമായിട്ടിരുന്നാലുള്ള അവസ്ഥ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടണം, അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ അവളെ 2 ഡോക്ടർമാർ തിരിച്ചും മറിച്ചും പരിശോധിച്ചെന്നാണ് പറയണത്. എന്നിട്ട് ആ മുഴ അവിടെ ഉള്ളെടുത്ത് കാണുന്ന പോലുമില്ല. തൈലം പുരട്ടിയ ഉടനെ തന്നെ നല്ല സൗഖ്യം അവൾക്ക് കിട്ടിയതായിട്ട് പറയുകയും ചെയ്ത്. ഇത്രയാണ് എൻ്റെ സാക്ഷിയായി. ഒത്തിരി വേറെ നിരവധി അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട്. എല്ലാം പറയാനായിട്ട് മറ്റുള്ളവർക്കും കൂടെ അവസരം വേണമല്ലോ. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു. തുടർന്നും എൻ്റെ ജീവിതത്തിലും ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ കരസ്പർശനം ഉണ്ടാകണമെന്ന് ഞാൻ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും മകനും 100,000 നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് കകദാസപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ഫെബ്രുവരി 17-ാം തീയതി ഉടമ്പടി എടുത്തതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു 30 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് മിക്ക ദിവസങ്ങളിലും നടുവിൽ പറ്റാറുണ്ടായിരുന്നു. ഇപ്പോൾ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് മാറി. പിന്നെ രണ്ടാമത് എൻ്റെ മകന് ഇപ്പം കോവിഡ് ആയിരുന്നുകൊണ്ട് വീട്ടിലിരുന്നാണല്ലോ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഓൺലൈനായിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും കറണ്ട് പോകും, പിന്നെ നെറ്റ് കട്ടാവും. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ട് ഒരു തടസ്സവും കൂടാണ്ട് 4 എക്സാമും ഒരു തടസ്സവും കൂടാണ്ട് അമ്മ സുഖമായിട്ട് എഴുതാൻ പറ്റി. ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പിന്നെ അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ജോലി കിട്ടുകയും ചെയ്തു. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. സോണിയ, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. 8 ഏക്കർ പള്ളി ഇടവകയാണ് ഞാൻ 2019 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 2018 തൊട്ട് OET എക്സാം, ഞാനിവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 2018 തൊട്ട് ഞാൻ OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു.
3 പ്രാവശ്യം എഴുതി. ഞാൻ 3 പ്രാവശ്യം തോറ്റുപോയി. അങ്ങനെ ഞാൻ കൃപാസനം പത്രം വായിക്കുകയുണ്ടായി. സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ OETയുടെ 3ാമത്തെ എക്സാമിന് റിവാലുവേഷന് കൊടുത്തു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് C ഗ്രേഡ് ആയിരുന്നു റൈറ്റിങ്ങിന്. അത് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ B ഗ്രേഡായി കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. രണ്ടാമത് ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് അയച്ച ലെറ്ററൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല. പിന്നെ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ പ്രോസസ്സിങ് 1 വർഷത്തോളം നീണ്ടുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി അയർലൻഡ് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതും ഈ കോവിഡ് കാരണം കൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കാലാവധി എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ കൃപാസനം പത്രം വായിക്കുകയും കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി അവർ നീട്ടിത്തന്നു. 6 മാസത്തേക്ക് നീട്ടിത്തന്നു. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ കിട്ടണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും എന്നെ അങ്ങോട്ട്, ഞാൻ നഴ്സാണെങ്കിലും എന്നെ അങ്ങോട്ട് കെയറായിട്ടാണ് എടുത്തത് അവർ. പക്ഷേ അവിടെ ചെന്നു. അയർലൻഡിൽ ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി. പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കെയറായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ നഴ്സിൻ്റെ വേക്കൻസി വരികയും എന്നെ അവർ നഴ്സായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ, അതാണ് എൻ്റെ 2ാമത്തെ അനുഗ്രഹം. പിന്നെ ഇവിടെ ഞാൻ PSC എഴുതി നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ. അപ്പോൾ 5 വർഷം അവർ ലീവ് തരില്ലെന്ന് എനിക്ക് പറഞ്ഞു. അതിൻ്റെ പുറകെ ഞാൻ കുറേ ഓടി. ഇവിടെ വന്ന് എന്നും എല്ലാ മാസവും വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലീവ് അവർ അനുവദിച്ച് തന്നു. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹം. അതിന് മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 2017 മുതൽ ഞാൻ പാലായിലാണ്, പാലാ സ്വദേശിയാണ്, പാലാ കുരുവിനാൽ ഇടവക്കാരനാണ്. 2017 ജൂലൈ മുതൽ ഉടമ്പടിയിലുള്ളയാളാണ്. ഞാനിവിടെ സാക്ഷ്യം പല പ്രാവശ്യം എഴുതി കൊടുക്കുകയും പറയുകയും. എൻ്റെ പേര് ജോസ്. ഞാൻ ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി ആരുടെ സഹായമില്ലാതെ എല്ലാവരും എതിർപ്പായിരുന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടി തിരികെ വന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, രോഗസൗഖ്യമൊക്കെ ഉടമ്പടിത്തേലെ കൊണ്ടുപോയി പെരട്ടമ്പടിയെ സൗഖ്യപ്പെടുന്ന അനേക സൗഖ്യങ്ങളും അനുഭവങ്ങളും കൂടപ്പുറപ്പായിട്ട് എന്നുമുണ്ട്. അതൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പം 2 സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് അവസാനം പറയാനിരിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛന് സ്ട്രോക്ക് വന്നു പെട്ടെന്ന്. 6 മണിക്കൂർ ആരും കാണാതെ കിടന്നു. അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു രക്ഷയില്ല, ഇനി മരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഞാൻ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ച് ഞാൻ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യമായി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അച്ഛൻ ആദ്യം പറഞ്ഞത് ഉടമ്പടി തൈലം കൊണ്ടുപോയി നീ പുരട്ടുക. അത് കഴിഞ്ഞ് അച്ഛനോടൊന്ന് ആശീർവദിച്ചിട്ട് അച്ഛൻ തന്നെ പുരട്ടാനും പറഞ്ഞു. അച്ഛൻ്റെ ഒരു കൈക്ക് കുഴപ്പമില്ലായിരുന്നു പുരട്ടാൻ. അച്ഛൻ തന്നെ അങ്ങനെ പുരട്ടി 2 തവണ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ വിശ്രമ ജീവിതമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി, സംസാരിക്കാൻ അല്പം തടസ്സം ഉണ്ടായിരുന്നു, നടക്കാൻ ഒട്ടും പറ്റുകയില്ലായിരുന്നു, പരസഹായം വേണമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി പിതാവ് വികാരി സ്ഥാനത്തോടുകൂടി കൊടുത്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അതുപോലെ എനിക്കൊരു കടമുണ്ടായിരുന്നത്, ഒരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ട് എഴുതി തന്നില്ല, കളിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ വന്ന കടം ഇങ്ങനെ കൂടിക്കൂടി ഒത്തിരി 10-30 ലക്ഷം രൂപയായി. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചപ്പോൾ എല്ലാ പ്രാവശ്യവും പുതുക്കുമ്പോൾ നിയോഗം വെക്കും. അച്ഛനെ പല പ്രാവശ്യം കാണാൻ പറ്റി കഴിഞ്ഞ വർഷം വരെ. അതെല്ലാം കുറച്ച് 33 ലക്ഷം ആയത് വെറും 7.5 ലക്ഷം രൂപയിലായി. അതും ഗഡുക്കളായിട്ട് അടച്ച് അതും തീർത്തു. ഏറ്റവും ചുരുക്കി പറയുകയാണ്, സമയം കളയാതെ പറഞ്ഞാൽ തീരുകയാണ്. അതുപോലെ പറയാനുണ്ട്. മറ്റനേകം രോഗസൗഖ്യത്തിൻ്റെ കാര്യം എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അന്നേരം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ നടക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇന്നും 2 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി അടുപ്പിച്ചിട്ടുണ്ട്. പുതുക്കാലം മിക്കവാറും മാസത്തിലൊന്നുകൂടെ വരുന്നതാണ്. ഈശോയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആലിസ് വർഗീസ്. ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അപ്പം 2020 ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. വീട്ടിൽ വെച്ച് ആയിരുന്നു. പക്ഷേ അത് അത്രയും സിവിയർ ആയിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും ഉടമ്പടി തൈലം നെഞ്ചിലും പുറത്തും കുരിശ് വരച്ച്
തടവിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ, ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മുംബൈ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ 2.5 മണിക്കൂർ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് 2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ലക്കിയായിട്ടുള്ള ആൾക്കാരാണ്, കാരണം വളരെ ഒരു മിറക്കിളാണ് സംഭവിച്ചത്. കാരണം ഈ 2.5 മണിക്കൂർ ബൈ റോഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കായിരുന്നു, ആൾ കൈവിട്ട് പോയേനെ. പക്ഷേ യാതൊരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിയത് തന്നെ വളരെ വലിയ മിറക്കിളാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് കുടുംബം അമേരിക്കയിലാണ്. അവർക്ക് ഈ കൊറോണ വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയ്ക്കും 2 മക്കൾക്കും കൊറോണ വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി. കാരണം ഞങ്ങൾക്ക് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വെച്ച് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ അവർക്ക് ഇത് കൊറോണ ന്യൂമോണിയ ഒന്നും ആകാതെ തന്നെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു. അപ്പോൾ ആ അവസരത്തിൽ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മധ്യസ്ഥം തന്നെ വിളിച്ച്, എൻ്റെ കൃപാസനം അമ്മേ, കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഒരുക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ നല്ലൊരു വീട് അവന് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എടുക്കുവാനും അതിൽ താമസിക്കുവാനുമുള്ള അനുഗ്രഹം ലഭിച്ചു. അതുപോലെ അവന് പ്രമോഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ജോലി സമയത്ത് പ്രമോഷൻ കിട്ടാനൊക്കെ. കാരണം അവൻ്റെ മാനേജർ എപ്പോഴും ഇവൻ്റെ പ്രമോഷനും ശമ്പള വർധനമൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇത് ചേർത്ത് വെച്ച് ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ഡബിൾ പ്രമോഷൻ കിട്ടുകയും ശമ്പളം അതുപോലെ തന്നെ കൂട്ടി കിട്ടുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് 30 വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വെച്ചു മകനെ കൊണ്ട് ഓൺലൈനിലും ഉടമ്പടി എടുപ്പിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലൊരു വിവാഹാലോചന വന്നു. ഒരു പെൺകുട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ആ ഒറ്റ ആലോചനയിൽ തന്നെ 2 വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയും കല്യാണം എല്ലാം ആലോചന മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി വിവാഹം ഉറപ്പിക്കുകയും ജൂലൈ 2-ന് കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2021 ഒക്ടോബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിന് ഭയങ്കര വേദനയും നീരുമായിരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒന്ന് കരയുമായിരുന്നു. ഒരു 3-4 ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുമെങ്കിലും മടി കാരണം ഞാൻ അങ്ങനെ പോകാതിരുന്നു. അപ്പോൾ ഒക്ടോബർ 12 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാൻ ഓൺലൈൻ വഴി ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ലാസ്റ്റിൽ ആരാധനയുടെ സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞു, ഇടത് ബ്രസ്റ്റിന് നീരും വേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ചിരുന്നാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കാര്യം തന്നെ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞ് ഞാനത് ക്ലെയിം ചെയ്യുകയും എനിക്ക് ആ നിമിഷം തന്നെ ആ വേദന പെട്ടെന്ന് കുറഞ്ഞു വരികയും ഈ ബലൂണിൽ നിന്ന് കാറ്റ് വിടുന്ന മാതിരി ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബ്രസ്റ്റിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷോളി ജോസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 11/4/2019 ഉടമ്പടി എടുത്തത്. എൻ്റെ വീടും സ്ഥലവും ജപ്തിയിലായിരുന്നു. അത് വിറ്റ് കിട്ടാനായി കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കകം സ്ഥലം കച്ചവടമാവുകയും അത് ജപ്തി ഒഴിവാവുകയും ചെയ്തു. ഞങ്ങൾക്ക് വേറെ സ്ഥലവും വീടും വേറെ പണിത് മാറുന്നത് വരെ അതിൽ പഴയ വീട്ടിൽ താമസിച്ചോളാൻ മേടിച്ചാൾ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് 21-ാം തീയതി വേറെ വീട്ടിൽ പുതിയൊരു വീട് പണിത് അതിൽ താമസമായി. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ 2 മക്കൾ, ഒരാൾ +2-നും ഒരാൾ 10-ലുമാണ് പഠിച്ചിരുന്നത്. അതിന് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് +2-ന് ഫുൾ A+ ലഭിക്കുകയും എൻ്റെ മകന് 10-ൽ ഉന്നത വിജയം ലഭിക്കുകയും ചെയ്തു. അമ്മയെ മാതാവേ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു.